നമസ്കാരം. ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ റഹീമ. ഗൾഫ് GTV വാർത്തകളിലേക്ക് സ്വാഗതം. കൃത്യസമയത്ത് എത്തും. ഒന്നാം സ്ഥാനം സ്വന്തമാക്കി GCC വിമാന കമ്പനി. സൗദിയിലെ വിമാന കമ്പനികൾ എന്നും പല രീതിയിൽ മുന്നിൽ നിൽക്കുന്നവരാണ്. ഇപ്പോഴാണ് ഇതാ സമയനിഷ്ഠയിൽ ലോകത്തെ മുൻനിര സ്ഥാനം നേടി രംഗത്തെത്തിയിരിക്കുകയാണ് സൗദി എയർലൈൻസ്. വിമാനം വരുന്നതിലും പോകുന്നതിലും 88% സമയനിഷ്ഠ സൗദി എയർലൈൻസ് പാലിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. സിറിയം വെബ്സൈറ്റ് ആണ് പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ മാസത്തെ വിമാനങ്ങളുടെ വിവരങ്ങൾ വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട്. ഭൂഖണ്ഡങ്ങളിലായി 100-ലധികം സർവീസുകളാണ് സൗദി എയർലൈൻസ് നടത്തുന്നത്. 16,130 ഫ്ലൈറ്റുകൾ സർവീസ് നടത്തിയതിലെ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് സൗദി ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഹജ്ജ് സമയത്തും വേനൽക്കാലം തുടങ്ങുമ്പോഴുമാണ് യാത്രക്കാർ കൂടുതലായി ഉണ്ടാകുക. ഈ സമയത്ത് സമയനിഷ്ഠത കൃത്യമായി പാലിച്ച എയർലൈൻസ് ആയി സൗദി മാറിക്കഴിഞ്ഞു. സീസണിലെ തിരക്കിനിടയിലും കൃത്യത പാലിച്ചതാണ് ഈ വിജയത്തിന് കാരണം. സൗദിയിലെ വിമാന കമ്പനികൾ 500ഓളം പുതിയ വിമാനങ്ങൾക്ക് ഓർഡർ നൽകി. ഇന്ത്യയിലേക്കുൾപ്പെടെയുള്ള വിവിധ നഗരങ്ങളിലേക്ക് സർവീസ് നടത്തും. ഇതുവഴി യാത്രക്കാർക്ക് വലിയ സൗകര്യവും കൂടുതൽ പുതിയ തൊഴിലവസരങ്ങളും ഉണ്ടാകും. സൗദി എയർലൈൻസ്, റിയാദ് എയർ, ഫ്ലൈനാസ്, ഫ്ലൈ അദീൽ എന്നീ കമ്പനികളാണ് ഈ വർഷം പുതിയ വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളുടെ സംസ്കാരവും ആചാരങ്ങളും പരിചയപ്പെടുത്തുന്നതിനായി ഫോർത്ത് വേൾഡ് എന്ന പദ്ധതി ആരംഭിച്ചുവെന്ന് GDRFA ദുബായ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി അറിയിച്ചു. ദുബായിലുള്ള കര, നാവിക, വ്യോമ അതിർത്തികളിൽ ജോലി ചെയ്യുന്ന മുൻനിര ജീവനക്കാർക്ക് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ സംസ്കാരവും ആചാരങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതിയെന്ന് GDRFAയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. ദുബായിലുടനീളമുള്ള യാത്രക്കാരെ കൂടുതൽ അടുപ്പിക്കുകയും പരസ്പര ധാരണ വർദ്ധിപ്പിക്കുന്നതിനും ഈ പദ്ധതി ലക്ഷ്യം വെക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗത്തിലുള്ള ആളുകളുടെ സംസ്കാരവും ആചാരങ്ങളും പരിചയപ്പെടുത്തും വഴി ഉദ്യോഗസ്ഥരിൽ നിന്നും യാത്രക്കാർക്ക് ആദരണീയമായ സ്വീകാര്യതയും വിടവാങ്ങലും ഉറപ്പാക്കുമെന്ന് GDRFA ദുബായ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി വ്യക്തമാക്കി. പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യത്തെ അതിഥിയായ ജപ്പാൻ സ്വദേശി യാനി തകഷി ദുബായ് എയർപോർട്ടിലെ പാസ്പോർട്ട് നിയന്ത്രണ ഏരിയകളും GDRFAയുടെ കാര്യാലയവും സന്ദർശിച്ചു. ജപ്പാൻ സംസ്കാരത്തിന്റെ പ്രതീകമായ പരമ്പരാഗത കിമോനോ ധരിച്ചാണ് അദ്ദേഹം എത്തിയത്. ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി തകാഷിയെ സ്വീകരിച്ച് ദുബായ് വിമാനത്താവളത്തിലെ പാസ്പോർട്ട് ഓഫീസേഴ്സുമായി കൂടിക്കാഴ്ച നടത്തി. ജപ്പാൻ സാംസ്കാരിക പരിപാടികൾ, ആശയവിനിമയ ശൈലികൾ, വ്യക്തിബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് ഓഫീസർമാർക്ക് അദ്ദേഹം അവബോധം നൽകുകയും ചെയ്തു. പരസ്പര ബഹുമാനവും സഹവർത്തിത്വവും പ്രോത്സാഹിപ്പിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാൻ പദ്ധതി സഹായിക്കുമെന്നും സാംസ്കാരിക വൈവിധ്യത്തിന്റെയും തുറന്ന മനസ്സുള്ളതിന്റെയും ഒരു ആഗോള മാതൃകയായി ദുബായിയെ സ്ഥാപിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്നും ലഫ്റ്റനന്റ് ജനറൽ വ്യക്തമാക്കി. വാഹനമോടിക്കുമ്പോൾ ടയർ പൊട്ടിത്തെറിച്ചാൽ സുരക്ഷാ നിർദ്ദേശങ്ങളുമായി ദുബായ് പോലീസ്. വേനൽക്കാലത്ത് UAEയിൽ തീവ്രമായി കുതിച്ചുയരുന്ന താപനില ഡ്രൈവർമാരെ അപകട സാധ്യതയിലേക്ക് നയിക്കുന്നു. ഈ വേനൽക്കാലത്ത് താപനില 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയരുന്നതിനാൽ ടയർ പൊട്ടുന്നത് പ്രതീക്ഷിക്കാം. താപസമ്മർദ്ദം, അമിതഭാരം, കേടുപാടുകൾ തുടങ്ങിയ ടയറിന്റെ പഴക്കവും ഗുണനിലവാരവും വരെയുള്ള കാരണങ്ങളാൽ ടയറുകൾ പലപ്പോഴും പൊട്ടിത്തെറിച്ചേക്കാം. ഡ്രൈവിംഗിനിടെ ടയറുകൾ പൊട്ടുന്ന സാഹചര്യത്തിൽ വാഹനമോടിക്കുന്നവർ ചെയ്യേണ്ട മാർഗനിർദ്ദേശങ്ങൾ ദുബായ് പോലീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ക്രമേണ ആക്സിലേറ്ററിൽ നിന്നും നിങ്ങളുടെ കാൽ ഉയർത്തുക. നിങ്ങളുടെ വലതുവശത്തുള്ള റോഡിൽ അവസ്ഥ പരിശോധിക്കുക. തുടർന്ന് നിങ്ങളുടെ വാഹനം റോഡരികിലേക്ക് നയിക്കുക. നിങ്ങൾ ഫുൾ സ്റ്റോപ്പിൽ എത്തുന്നതുവരെ ബ്രേക്ക് ചെറുതായി പ്രയോഗിച്ച് വണ്ടി നിർത്തുക. എമർജൻസി ലൈറ്റുകൾ ഓണാക്കുക. താപസമ്മർദ്ദം കൂടാതെ പരിശോധനകളുടെ അഭാവം മൂലം ടയറുകൾ തകരാറിലാകാൻ സാധ്യതയുണ്ടെന്നും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പൂർണ്ണ വാഹനം പരിശോധന നടത്തേണ്ടത് പ്രധാനമാണ്. സുവർണ നവരാത്രി ആഘോഷം ദുബായിലും. സെപ്റ്റംബർ 5 മുതൽ 8 വരെ വേൾഡ് ട്രേഡ് സെന്ററിൽ മഹത്തായ ആഘോഷങ്ങൾക്കും തീം അടിസ്ഥാനമാക്കിയുള്ള അലങ്കാരങ്ങൾക്കും പേരുകെട്ട സുവർണ നവരാത്രി ഈ വർഷം ദുബായിൽ അരങ്ങേറ്റം കുറിക്കും. ചടുലമായ പാരമ്പര്യങ്ങളും സാംസ്കാരിക ആഘോഷങ്ങളും അന്താരാഷ്ട്ര പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന സുവർണ നവരാത്രി ഗുജറാത്തിന് പുറത്തിന് ആദ്യമായി ആഘോഷിക്കുന്ന ഈ നാഴികക്കല്ല് അടയാളപ്പെടുത്തുന്നു. ഇന്ത്യയിൽ നിന്നും UAEയിൽ നിന്നുമുള്ള മികച്ച കലാകാരന്മാരുടെ പ്രകടനങ്ങൾ ആസ്വദിക്കൂ. ഗാർബയുടെയും ദാണ്ഡിയുടെയും ഊർജം ജീവസുറ്റതാക്കുന്നു. സുവർണ നവരാത്രിയുടെ പര്യായമായി മാറിയ വേദിയെ ഒരു വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാക്കി മാറ്റുന്ന വിശിഷ്ടമായ തീം അടിസ്ഥാനമാക്കിയുള്ള അലങ്കാരങ്ങൾ അനുഭവിക്കുക. നവരാത്രിയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുന്ന പരമ്പരാഗത നൃത്തങ്ങൾ, സംഗീതങ്ങൾ, ആചാരങ്ങൾ എന്നിവയുടെ ഊർജ്ജസ്വലമായ പ്രദർശനത്തിന് സാക്ഷ്യം വഹിക്കുക. आमिर मीर, पूर्व मंत्री हरिओम गढ़वी, कीर्तिदान गढ़वी और साजिद अहमद को हम एक स्टेज पर लाके पूरा गरबा का प्रोग्राम ऑर्गेनाइज कर रहे हैं. ठीक, तो
तो बताइए कि आम पब्लिक इसमें किस तरह से पार्टिसिपेट कर सकती है। सो दिस इज़ टिकटेड इवेंट, तो कोई भी लोग प्लेटिनम लिस्ट करके टिकटेड प्लेटफॉर्म है उधर से अपनी टिकट बाई करके उधर डायरेक्टली आ सकते हैं। और हमने काफ़ी वीआईपी गेस्ट को भी इनविटेशन दिया है कि जो भी ग्लोबली नवरात्रि में गरबा के लिए प्राइज आर्टिस्ट भी रखे हैं, तो इट विल बी लाइक अ फेस्टिवल, 4 days फेस्टिवल फॉर नवरात्रि। വൈവിധ്യമാർന്ന അന്തർദേശീയ പലഹാരങ്ങൾക്കൊപ്പം ആധികാരിക ഗുജറാത്തി പാചകരീതിയും ആസ്വദിക്കുക. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സ്പോൺസർമാരും പങ്കാളികളും പ്രത്യേക ഓഫറുകളും ഇടപഴകലുകളും ഉപയോഗിച്ച് അനുഭവം മെച്ചപ്പെടുത്താൻ സജ്ജമാക്കിയിരിക്കുന്നു. സാംസ്കാരിക സംരക്ഷണത്തിനും നൂതനമായ അവതരണങ്ങൾക്കുമുള്ള പ്രതിബദ്ധതയ്ക്ക് വേണ്ടി ആഘോഷിക്കപ്പെടുന്ന സുവർണ്ണ നവരാത്രി കഴിഞ്ഞ 10 വർഷമായി ഗുജറാത്തിലെ ഒരു പ്രധാന പരിപാടിയാണ്. ദുബായ് മലയാളി നഴ്സുമാരുടെ കൂട്ടായ്മ എമിറേറ്റ്സ് മലയാളി നഴ്സസ് ഫാമിലിയുടെ വാർഷിക ദിനത്തോടനുബന്ധിച്ച് നഴ്സസ് ഡേ ഔട്ട് നടത്തി. EMNF പ്രസിഡന്റ് ശ്രീ സിയാദ് കെ ജമാലുദ്ദീൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ട്രഷറർ അനീഷ് മാത്യു സ്വാഗതവും പ്രോഗ്രാം കൺവീനർ കണ്ണൻ കൃതജ്ഞതയും അവതരിപ്പിച്ചു. ശ്രീമതി ടഡു മമു IFS ഉദ്ഘാടനം ചെയ്തു. UAEയിൽ 30-ലധികം വർഷം സേവനമനുഷ്ഠിച്ച് 14ഓളം മുതിർന്ന നഴ്സുമാരെ വേദിയിൽ ആദരിച്ചു. തുടർന്ന് സംസാരിച്ച കൗൺസിൽ EMNFന്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് അഭിനന്ദനം അറിയിക്കുകയും തുറന്നുള്ള പ്രവർത്തനങ്ങൾക്ക് കൗൺസിലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ അറിയിക്കുകയും ചെയ്തു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര, യാബ് ലീഗൽ സർവീസസ് CEO സലാം പാപ്പിനിശ്ശേരി, NTV ചെയർമാൻ മാത്തുക്കുട്ടി കടോൺ, UAE നാഷണൽ ഇൻഫ്ലുവൻസേഴ്സ് ഐഷ അബ്ദുള്ള, റഹ്മാൻ അബ്ദുള്ള എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഡോക്ടർ ജീൻ, നിക്കായ് ഇലക്ട്രോണിക്സ്, സാപ്പിൾ പെർഫ്യൂം പ്രൊഡക്ട് മാനേജർ ബിലാൽ, ഭീമ ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ നാഗരാജ് റാവു, ഇക്വിറ്റി പ്ലസ് MD ജൂബി കുരുവിള, ഗോൾഡ് FM RJ മീര, RJ സെമീറ എന്നിവർ ആശംസ അറിയിച്ചു. തുടർന്ന് EMNF നഴ്സുമാരുടെയും കുട്ടികളുടെയും കലാപരിപാടികളും അവതരിപ്പിച്ചു. ദുബായ് ടോൾഗേറ്റ് ഓപ്പറേറ്ററായ സാലിക്കിന്റെ പുതിയ നിബന്ധനകളും വ്യവസ്ഥകളും അനുസരിച്ച് UAEയിൽ വാഹനമോടിക്കുന്നവർക്ക് പ്രതിവർഷം ഒരു വാഹനത്തിന് പരമാവധി 10,000 ദിർഹം പിഴ ലഭിക്കും. പുതിയ വ്യവസ്ഥകൾ പ്രകാരം ലംഘനം നടത്തുന്ന ഒരു വാഹനത്തിന് ചുമത്താവുന്ന സാലിക് ടോളിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉയർന്ന പിഴത്തുക ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ 10,000 ദിർഹം കവിയാൻ പാടില്ല. പുതിയ വ്യവസ്ഥകൾ പ്രകാരം സാലിക് അക്കൗണ്ട് ബാലൻസോ ബാക്കി തുകയുടെ ഒരു ഭാഗമോ ഉപയോക്താക്കിന് റീഫണ്ട് ചെയ്യുകയോ മറ്റൊരു സാലിക് അക്കൗണ്ടിലേക്ക് മാറ്റുകയോ ചെയ്യില്ല. ദുബായിൽ സാലിക് സേവനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. 5 വർഷത്തെ കരാർ പ്രകാരം ജൂലൈ 1 മുതൽ ദുബായ് മാളിൽ സാലിക് ഗേറ്റുകൾ സ്ഥാപിച്ചു. മാളിൽ 24 മണിക്കൂർ പാർക്കിങ്ങിന് മണിക്കൂറിന് 20 ദിർഹം മുതൽ 1000 ദിർഹം വരെയാണ് നിരക്ക്. പെട്രോളുമല്ല ഇലക്ട്രിക്കുമല്ല, ഭാവിയുടെ ഇന്ധനത്തിൽ ഓടുന്ന ബൈക്കുമായി കവാസാക്കി പുറത്തുവിടുന്നത് പുകയ്ക്ക് പകരം വെള്ളം ഹൈഡ്രജൻ ഇന്ധനമാക്കി പ്രവർത്തിക്കുന്ന ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ. ലോകത്തിലെ ആദ്യ ബൈക്കിന്റെ പരീക്ഷണയോട്ടം പൂർത്തിയാക്കി കവാസാക്കി. കഴിഞ്ഞ ദിവസം ജപ്പാനിലെ സുസൂക്ക സർക്യൂട്ടിലായിരുന്നു വാഹനം ലോകത്തെ ഞെട്ടിച്ച പരീക്ഷണയോട്ടം. ഹൈഡ്രജൻ ഇന്ധനമാക്കാവുന്ന തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയ എഞ്ചിനാണ് ഇതിന് ഉപയോഗിച്ചത്. 2023-ലാണ് ഹൈഡ്രജൻ ഇന്ധനമാക്കിയുള്ള പരീക്ഷണങ്ങൾ കവാസാക്കി ആരംഭിച്ചത്. ഇതിനായി നിഞ്ച H2 ബൈക്കിൽ ഉപയോഗിച്ചിരുന്ന 998cc ഇൻലൈൻ 4 സിലിണ്ടർ സൂപ്പർ ചാർജ് എഞ്ചിനാണ് തിരഞ്ഞെടുത്തത്. എഞ്ചിൻ സിലിണ്ടറുകളിലേക്ക് പെട്രോളിന് പകരം ഹൈഡ്രജൻ പമ്പ് ചെയ്യാനുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ നടത്തിയായിരുന്നു പരീക്ഷണം. ഹൈഡ്രജൻ സൂക്ഷിക്കാനുള്ള കാനിസ്റ്ററുകളും എഞ്ചിനിലേക്ക് സുരക്ഷിതമായി ഹൈഡ്രജൻ കൊണ്ടുപോകാനുള്ള സംവിധാനവും തയ്യാറാക്കി. വാഹന ലോകത്തെ ഞെട്ടിച്ച് BMW പുകയല്ല, വെള്ളം. സാധാരണ ഇന്റേണൽ കമ്പൻഷൻ എഞ്ചിനുകൾ കാർബൺ അടങ്ങിയ പുക പുറത്തേക്ക് വിടുമ്പോൾ കവാസാക്കിയുടെ പുതിയ എഞ്ചിൻ വെള്ളമാണ് പുറന്തള്ളുന്നത്. നീരാവി രൂപത്തിലാണ് പുറത്തേക്ക് പോകുന്നതെന്ന് മാത്രം. സാധാരണ പെട്രോൾ ബൈക്കുകളെ പോലെ ശബ്ദമുണ്ടാക്കാനും വേഗത കൈവരിക്കാനും കഴിയുന്ന തരത്തിൽ തന്നെയാണ് പേരിട്ടില്ലാത്ത ഇവന്റെ നിർമ്മാണം. ഹൈഡ്രജൻ ബൈക്കുകൾ 2030-ൽ ഭാവിയുടെ ഇന്ധനമെന്ന് അറിയപ്പെടുന്ന ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ഇരുചക്ര വാഹനം 2030ഓടെ വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കാനാകുമെന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഹൈഡ്രജൻ ഇന്ധനത്തിന്റെ ലഭ്യതയും ഓരോ രാജ്യത്തെയും നിയമവും കണക്കിലെടുത്ത് മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ എന്നും കവാസാക്കി വിശദീകരിക്കുന്നു. UAEയിൽ 113 പേർക്ക് വ്യാജ തൊഴിൽ നൽകിയ കമ്പനിക്ക് പിഴ അടയ്ക്കേണ്ടി വന്നത് 1 കോടി ദിർഹത്തോളം. സ്വകാര്യ മേഖലയിലെ എമറൈറ്റൈസേഷനെ നിയന്ത്രിക്കുന്ന മാനദണ്ഡങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ കമ്പനിക്ക് 10 മില്യൺ ദിർഹം പിഴ ചുമത്തി അധികൃതർ. 113 പൗരന്മാരെ സാങ്കല്പിക റോളുകളിൽ നിയമിച്ചുകൊണ്ട് എമറൈറ്റൈസേഷൻ ലക്ഷ്യങ്ങൾ മറികടക്കാൻ കമ്പനി ശ്രമിച്ചതായി അബുദാബി മിസ്ഡിമെൻഡർ കോടതി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമറൈറ്റേഷൻ മന്ത്രാലയം അഥവാ MOHRE കമ്പനിയുടെ എമറൈറ്റേഷൻ നടപടിക്രമങ്ങളിൽ ഗുരുതരമായ ലംഘനങ്ങൾ കണ്ടെത്തി.
കണ്ടെത്തി. കേസ് അന്വേഷണത്തിനായി അബുദാബി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്തു. തൊഴിലാളികളായി തിരഞ്ഞെടുക്കുന്നവർക്ക് കമ്പനി വർക്ക് പെർമിറ്റ് നൽകുകയും യഥാർത്ഥ ജോലിയില്ലാതെ സാങ്കല്പിക വേഷങ്ങളിൽ ജീവനക്കാരെ രജിസ്റ്റർ ചെയ്തതായും കണ്ടെത്തി. സ്വകാര്യ മേഖലയിലെ ജോലികളിൽ ഇമാറാത്തികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് കമ്പനികൾക്ക് ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന നാഫിസ് പ്രോഗ്രാം ഈ സ്ഥാപനം ദുരുപയോഗം ചെയ്തു. എമിറൈറ്റൈസേഷൻ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് UAE പൗരന്മാർക്ക് തൊഴിൽ നൽകിയതായി കമ്പനി തെറ്റായി റിപ്പോർട്ട് ചെയ്തതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. കേസ് അവലോകനം ചെയ്ത ശേഷം എമിറൈറ്റൈസേഷൻ നയങ്ങൾ പാലിക്കാത്തതിനും സാങ്കല്പിക തൊഴിൽ രീതികളിൽ ഏർപ്പെട്ടതിനും കമ്പനി കുറ്റക്കാരനാണെന്ന് കോടതി വിധിക്കുകയും ചെയ്തു. നോർക്ക കാനറ ബാങ്ക് പ്രവാസി ബിസിനസ് ലോൺ ക്യാമ്പ് ഉടൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. പാലക്കാട് ജില്ലയിലെ പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും കാനറ ബാങ്കും സംയുക്തമായി ബിസിനസ് ലോൺ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 5-ന് തൃശൂരിൽ വെച്ചാണ് ക്യാമ്പ് നടത്തുക. നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസം ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഫോർ റിട്ടേൺ ഇമിഗ്രന്റ് അഥവാ NDPREM പദ്ധതി പ്രകാരമാണ് ക്യാമ്പ്. 2 വർഷത്തിൽ കൂടുതൽ വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസി കേരളീയർക്ക് ക്യാമ്പ് പ്രയോജനപ്പെടുത്താം. സ്വയം തൊഴിൽ സംരംഭകർ ആരംഭിക്കുന്നതിനും നിലവിലുള്ളവരുടെ വിപുലീകരണത്തിനും സഹായകമാകും. താല്പര്യമുള്ളവർ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിൽ ടോൾ ഫ്രീ നമ്പറുകളായ 1800-425-3939 ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ 0091-880-2012-345 വിദേശത്തു നിന്നും ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.